തിരികെ വാർത്തകളിലേക്ക്. CBI ഡയറക്ടറുടെ നിയമനത്തിൽ വിയോജനക്കുറിപ്പ് നൽകി രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിക്കാണ് വിയോജനക്കുറിപ്പ് നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പക്ഷപാതപരമാണെന്നും പ്രതിപക്ഷ നേതാവ് എന്നത് ഒരു റബ്ബർ സ്റ്റാമ്പ് പദവിയല്ലെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. തൗഫീഖ് അസ്ലം ചേരുകയാണ് വിവരങ്ങളുമായി. തൗഫീഖ്, ഇന്നിപ്പോൾ വൈകിട്ട് 7 മണിയോടെയാണ് പ്രധാനമന്ത്രിയെ പ്രതിപക്ഷ നേതാവും CBI ഡയറക്ടറെ നിയമിക്കാനുള്ള യോഗത്തിൽ പങ്കെടുത്തത്. രാഹുൽ ഗാന്ധി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് പ്രതിപക്ഷ നേതാവ് എന്നത് റബ്ബർ സ്റ്റാമ്പ് പദവിയല്ല എന്നുള്ള ഒരു കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ ഏത് തരത്തിലുള്ളൊരു വിയോജനക്കുറിപ്പാണ് നൽകിയത്? ഈ CBI ഡയറക്ടറുടെ നിയമിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ എന്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്? ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നടന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രി അധ്യക്ഷതയിലായിരുന്നു യോഗം നടന്നത്. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി വിയോജനക്കുറിപ്പ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പക്ഷാപാതപരമാണെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് എന്നത് ഒരു റബ്ബർ സ്റ്റാമ്പ് പദവിയല്ല എന്നുകൂടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് അയച്ച ഈ കത്തിലൂടെ പറയുന്നുണ്ട്. സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് തനിക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രധാന വിമർശനം. സർക്കാർ CBI നിരന്തരം ദുരുപയോഗം ചെയ്തു. അതിന് തടയിടാൻ വേണ്ടി കൂടിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഭാഗമാക്കിയത്. എന്നാൽ തന്റെ പങ്ക് കേന്ദ്രം നിഷേധിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാത്തതാണ് ഈ വിയോജനക്കുറിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ആരെയാണ് ഇത് സെലക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഇന്നത്തെ യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തതിനു ശേഷമാണ് ഇത്തരമൊരു വിയോജനക്കുറിപ്പ് നൽകിയത്. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.